10 വർഷത്തിന് ശേഷം ജമ്മു കാശ്മീരിലെ അസംബ്ലി ഇലക്ഷൻ നടക്കാൻ പോവുകയാണ്. അവിടെ അവസാനമായി തെരഞ്ഞെടുപ്പ് നടന്നത് 2014-ലായിരുന്നു. 2019 ഓഗസ്റ്റിൽ ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതിനു ശേഷമുള്ള ആദ്യ അസംബ്ലി തെരഞ്ഞെടുപ്പാണ് ഇത്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു സംസ്ഥാനത്തെ കേന്ദ്രഭരണ പ്രദേശമാക്കി മാറ്റുക എന്നുള്ള ഒരിക്കലും കേട്ടിട്ടില്ലാത്ത കാര്യമാണ് ജമ്മു കാശ്മീരിനോട് മോദിയുടെ BJP ചെയ്തത്. ഇവിടുത്തെ അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ അഭിപ്രായ സർവേ ലോക്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. 3 ഘട്ടങ്ങളിലായാണ് ജമ്മു കാശ്മീരിൽ അസംബ്ലി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിന്റെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇന്ന് സെപ്റ്റംബർ 18-നാണ്. ഈ ആദ്യഘട്ടത്തിൽ 24 മണ്ഡലങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് നടക്കുന്നത്. രണ്ടാം ഘട്ടം സെപ്റ്റംബർ 25-നും 3-ാം ഘട്ടം ഒക്ടോബർ 1-നുമാണ് നടക്കുന്നത്. ഫലപ്രഖ്യാപനം ഒക്ടോബർ 8-നും. ആർട്ടിക്കിൾ 370 റദ്ദാക്കിയതോടുകൂടി ജമ്മു കാശ്മീരിനെ സ്വർഗമാക്കി എന്നാണ് BJP അവകാശപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ വലിയ ഭൂരിപക്ഷത്തോടെ BJP അവിടെ വിജയിക്കേണ്ടതാണ്. അതുമാത്രവുമല്ല, മൊത്തമുള്ള 90 സീറ്റുകളിൽ 62 സീറ്റുകളിലേക്ക് മാത്രമാണ് BJP സ്ഥാനാർത്ഥികളെ നിർത്തിയിരിക്കുന്നത്. അവിടുത്തെ 28 സീറ്റുകളിൽ BJP മത്സരിക്കുന്നില്ല. ജമ്മു കാശ്മീരിലെ അവസ്ഥ പഴയതിലും വളരെ മോശമാവുകയാണ് ചെയ്തതെന്ന് ഉള്ളതാണ് വസ്തുത. അതിൽ നിന്ന് തന്നെ BJPയുടെ ജമ്മു കാശ്മീരിലെ അവസ്ഥ എന്താണെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. അതിനെ ശരിവയ്ക്കുന്നതാണ് ലോക്പോൾ പുറത്തുവിട്ട ഈ അഭിപ്രായ സർവേ. കഴിഞ്ഞ 10 ദിവസങ്ങളിൽ ഓരോ അസംബ്ലി മണ്ഡലത്തിലെയും 100 സാമ്പിളുകൾ ശേഖരിച്ചാണ് ഇവരുടെ ഈ സർവേ നടത്തിയിരിക്കുന്നത്. ഇവിടെ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത് 46 സീറ്റുകളാണ്. ഇവരുടെ സർവേ അനുസരിച്ച് ഇന്ത്യ മുന്നണിക്ക് 47 മുതൽ 51 വരെ, BJPക്ക് 22 മുതൽ 25 വരെ, PDPക്ക് 5 മുതൽ 9 വരെ, മറ്റുള്ളവർക്ക് 7 മുതൽ 15 വരെ എന്നിങ്ങനെ സീറ്റുകൾ ലഭിക്കുമെന്ന് പറയുന്നു. ഓരോ മുന്നണികൾക്കും കിട്ടുന്ന വോട്ട് ശതമാനം ഇങ്ങനെയാണ്: ഇന്ത്യ മുന്നണിക്ക് 39 മുതൽ 41 വരെ, BJPക്ക് 26 മുതൽ 29 വരെ, PDPക്ക് 16 മുതൽ 18 വരെ, മറ്റുള്ളവർക്ക് 11 മുതൽ 14 വരെ. അപ്പോൾ ഇന്ത്യ മുന്നണിക്ക് ഏറ്റവും കുറഞ്ഞത് കേവല ഭൂരിപക്ഷത്തിന് വേണ്ട സീറ്റുകളിലധികം 47 സീറ്റുകൾ ലഭിക്കും. അത് 51 സീറ്റുകൾ വരെ ആവാം. BJPക്ക് പരമാവധി ലഭിക്കാവുന്നത് 25 സീറ്റുകൾ മാത്രമാണ്. ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് BJP ഏതാണ്ട് ഉപേക്ഷിച്ച മട്ടാണ്. കാര്യമായ പ്രചാരണം പോലും ഇതുവരെ നടത്തിയിട്ടില്ല. എന്നാൽ ഇന്ത്യ മുന്നണിയിലാകട്ടെ വലിയ പ്രചാരണമാണ് നടത്തുന്നത്. മാത്രമല്ല, ഹരിയാനയിലും BJP യാതൊരു പ്രതീക്ഷയും വെച്ച് പുലർത്തുന്നില്ല. 90 അംഗ ഹരിയാന അസംബ്ലിയിൽ കഴിഞ്ഞ 10 വർഷങ്ങളായി അവിടെ ഭരണം നടത്തുന്ന BJP പരമാവധി പ്രതീക്ഷിക്കുന്നത് 20 സീറ്റുകൾ മാത്രമാണ്. ജമ്മു കാശ്മീരിലും യഥാർത്ഥ ഫലം പുറത്തു വരുമ്പോൾ ഇന്ത്യ മുന്നണിക്ക് 60 സീറ്റിലധികം ലഭിക്കാനുള്ള സാധ്യതയാണ് ഗ്രൗണ്ട് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇതുവരെ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാത്ത മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ഇന്ത്യ മുന്നണിക്ക് തന്നെയാണ് വലിയ മുൻതൂക്കം. അങ്ങനെ വരുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കുന്ന 4 നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJP തൂത്തെറിയപ്പെടുമെന്ന് തീർച്ചയാണ്.